അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിങ്കൽ നിന്നുള്ളതോ ഞാൻ സ്വന്തമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ചരിക്കുവാൻ ആഗ്രഹിക്കുന്നവരായ നമ്മൾക്ക് ദൈവത്തിൽ നിന്നുള്ള വചനം അത് വ്യക്തമായി നമ്മളുടെ ഹൃദയത്തോട് സംസാരിക്കും എന്നാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വന്തമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. നമ്മൾ കേൾക്കുന്ന വചനം, നമ്മൾ വായിക്കുന്ന വചനം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറയുന്ന ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. നമ്മുടെ ഹൃദയത്തെ അത് സ്പർശിക്കും. മറ്റ് എല്ലാത്തിനേക്കാൾ വിലയേറിയതായി ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അത് വ്യക്തിപരമായി നമുക്ക് മാത്രം മനസ്സിലാകും. അതെ, ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ്, ഇത് എന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഈ ദൈവത്തിൻ്റെ വചനം ആധികാരികത ഉള്ളതാണ്. ദൈവത്തിൻ്റെ വചനം അത് നാം എപ്രകാരം സ്വീകരിക്കുന്നുവോ അപ്രകാരം അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ള വചനമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയ പറഞ്ഞു, നിൻ്റെ വാക്കുപോലെ എന്നിൽ ആകട്ടെ. ഒരു സംശയവുമില്ലാതെ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നതിൽ യേശുവിൻ്റെ അമ്മ നമുക്ക് മാതൃകയാണ്. ശതാധിപൻ പറയുന്നുണ്ട്, നീ എൻ്റെ ഭവനത്തിൽ വരേണ്ട ആവശ്യം എനിക്കില്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എനിക്കത് മതി. ശതാധിപൻ്റെ ആ വാക്കിലുള്ള വിശ്വാസം, ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ഉള്ള ആ വിശ്വാസം അത് പ്രവർത്തിക്കും. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം വാസ്തവമായി സംസാരിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വന്തമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. നമുക്കറിയാൻ സാധിക്കും, അതെ, ഈ ദൈവവചനം എൻ്റെ ഹൃദയത്തോട് സംസാരിക്കുകയാണ്, ഇത് എനിക്ക് മതിയായതാണ്, ഈ വചനം എൻ്റെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും, ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യം ഈ വചനം എനിക്ക് ചെയ്തു തരും, എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഈ വചനം മതിയായതാണ്, ഈ വചനം ദൈവത്തിങ്കൽ നിന്നുള്ളതാണ് എന്ന് ഉറച്ച് വിശ്വസിച്ച് ആ വാഗ്ദത്തം മുറുകെ പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുവാൻ തക്കവണ്ണം ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും.